ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ യേശു കർത്താവ് ഒരുക്കിയ വലിയ അവസരത്തിനായി ഞങ്ങൾ യേശുവിനെ നന്ദി പറയുന്നു. ഈ പകൽക്കാലത്തെ ഈ ആരാധനയിലേക്ക് അപ്പോസ്തോലിക് ക്രൈസ്റ്റ് ഫാമിലി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാം. ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്ന അതേ ദൈവ സാന്നിധ്യം നാം എവിടെയായിരുന്നു ഈ ആരാധനയിൽ പങ്കുചേർന്നാലും ആ ഇടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ മഹത്വം, ദൈവത്തിൻ്റെ അഭിഷേകം ഇന്ന് പകൽ വെളിപ്പെടുവാൻ പോകുന്നു. വളരെ പ്രതീക്ഷയോടെ യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഓ യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ ഉയർത്തുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലാണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കും. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഓ ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലാണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നീ മുൻപിലാണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും യേശുവേ, ഓ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കും. ഈ പ്രാരംഭ നിമിഷത്തിൽ വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ഒരു പുതിയ അഭിഷേകം ഇന്ന് പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക, ഇന്ന് പകൽ ഈ ആരാധനയിൽ ആമേൻ ദൈവ മഹത്വം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ മഹത്വം ഈ പ്രാരംഭ നിമിഷത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹോ ശരബല ഹണ്ടരേ, യേശുവേ, ഹല്ലേലൂയ. ഹോസന്നാ, ഹല്ലേലൂയ,
ഹോസന്നാ. Oh, hallelujah, Hosanna, hallelujah, Hosanna, Amen, hallelujah, Hosanna, hallelujah, Hosanna, oh, hallelujah, Hosanna, hallelujah, Hosanna, hallelujah, hallelujah, oh, hallelujah, Yeshua, hallelujah, hallelujah, hallelujah. Hora sakara bala handara badia. Oh, hallelujah, hallelujah. Deva sadhya chaligunu. Hallelujah, hallelujah. Hallelujah. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശു, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശു, ഓഹോ, നന്ദി യേശു, ആമേൻ, നന്ദി യേശു. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കും. അഭിഷേകം ഈ പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അത്ഭുതങ്ങൾ ഇന്ന് പകൽ സംഭവിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവിക അഭിഷേകം ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായാലും, ഏത് നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായാലും ഇന്ന് പകൽ യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ മഹത്വം ഇന്ന് പകൽക്കാല സകല സാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് ഇന്ന് പകൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുക, ദൈവ സാന്നിധ്യം ചലിക്കുന്നു. Thank you, Jesus. Hallelujah. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന നല്ല ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, ആ നല്ല ദൈവത്തെ ഒരുമിച്ച് കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ചേർന്ന് അഭിഷേകത്തോടെ നമുക്ക് പാടി യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെ. അവൻ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ.
വീഴുന്നതൊത്തിയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവമാനുവ വിശ്വാസത്തോടെ അഭിഷേകത്തോടെ, ഓ പരീക്ഷ എന്റെ ദൈവമാനുവാദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മ. ദൈവം നമുക്ക് അനുകൂലം, ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിർ? യേശുവേ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം ഓ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതൊത്തിയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിൽ. ഓ വീഴുന്നതൊത്തിയിലല്ല, എന്റെ യേശുവിൻ കരങ്ങൾ. ഓ പരീക്ഷ എന്റെ ദൈവമാനുവ ആമേ പരിഹാരം എനിക്കായി കരു. ദിഗലേ. ഓ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ല. ഓ ഇന്നുമെന്നും കൂടെയുള്ള യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ല. ഓ ഇന്നുമെന്നും കൂടെയുള്ളവൻ, രോഗശയ്യയിൽ എനിക്ക് സഹായകനും രാക്കാല ഗീതവുമവൻ. രോഗശയ്യയിൽ എനിക്ക് സഹായകനും രാക്കാല ഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യൻ, ഓ ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമവൻ. യേശു മാറാത്തവൻ, ഓ ജീസസ്, ആമേൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണം. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടുവാതിൽ അടഞ്ഞവയെല്ലാം പൊരുതുമശികാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടുവാതിൽ അടഞ്ഞവ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാൻ. ദിഗലബലം ധലബം ധലവംശബലം ധുല ദിഗബർദ്ധബലം ധുലവംശബലാധിബലം ധലരഗധല. യേശുവേ
യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. ഓ ജീസസ് യേശു വലിയവർ, അത്ഭുതങ്ങളെ ചെയ്യുന്നവർ, വീര്യം പ്രവർത്തിക്കുന്നവർ, എല്ലാ മഹത്വത്തിന് യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്ക് യോഗ്യൻ. യേശു രാജാതി രാജാവ്, കർത്താതി കർത്താവ്. ഹല്ലേലൂയ. ചുടബാരബരം തലമർത്തോ വേഗേലെ വരെ ധോരോ ബോരോ ബോലോ ശരേ. ഞങ്ങളെ ആരാധിക്കുന്നപ്പ അവരുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ ആരാധന കാണുന്ന ഓരോരുത്തരും ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ പകരുന്നവൻ. എന്റെ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ പകർ. കരങ്ങളെ ഉയർത്തി യേശു 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 വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു ആരിലും മതിയായവൻ. യേശു മതിയായവൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ അസാധാരണമായ ഇടപെടലുകൾ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് അസാധാരണമായി ഇന്ന് പ്രഭാതത്തിൽ നമ്മെ സ്പർശിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതെ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിലകളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ അസാധാരണത്വം അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രതിസന്ധികളാൽ, പ്രതികൂലങ്ങളാൽ ഈ ദിവസങ്ങളിൽ ലോകം വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവിക കരുതലുകൾക്കായി സ്തോത്രം. അതേ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അസാധാരണമായ കരുതലുകളിലേക്ക് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ. വേദപുസ്തകത്തിൽ എവിടെ ജനം ഭാരപ്പെട്ടുവോ അതിൻ്റെ നടുവിൽ സ്തോത്രം ആരും കണ്ടിട്ടില്ലാത്ത കരുതലുകൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. അതെ, ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം പ്രതികൂലത്തിൻ്റെ അന്തരീക്ഷങ്ങൾക്കകത്ത് വലയുന്ന ജനസമൂഹത്തിൻ്റെ നടുവിലും സ്തോത്രം നിങ്ങൾ സ്തോത്രം ഏതെങ്കിലും വിഷയത്താൽ വലയുകയാണോ, അതേ സ്തോത്രം ഏതെങ്കിലും മാനുഷിക കരുതലുകൾ ലഭിക്കാതെ പോയത് നിമിത്തമുള്ള ഭാരത്തിൽ വലയുകയാണോ, സ്തോത്രം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷകളെല്ലാം തകർന്നിട്ടാണോ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ കേൾക്കുക. ഈ പ്രഭാതത്തിൽ സ്തോത്രം ഒരു വലിയ കരുതലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്താൻ പോകുകയാണ്. അതേ സ്തോത്രം, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ ഈ ദിവസങ്ങൾ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. അതേ സഹോദരങ്ങളെ, സ്തോത്രം രക്തബന്ധങ്ങൾ അകന്നു പോകുന്ന സ്ഥാനത്ത്, മനുഷ്യർ അകന്നു പോകുന്ന സ്ഥാനത്ത്, നാം പ്രതീക്ഷിച്ച സ്തോത്രം നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകുന്ന സ്ഥാനത്ത് ഈ പ്രഭാതത്തിൽ പുത്തൻ പ്രത്യാശകൾ
നമ്മുടെ ജീവിതത്തിൽ നൽകി. ഓ സ്തോത്രം, അമ്മ തന്നിട്ടില്ലാത്ത, അപ്പൻ തന്നിട്ടില്ലാത്ത, അതേ രക്തബന്ധങ്ങൾ നമുക്ക് തന്നിട്ടില്ലാത്ത അതിമഹത്തായ കരുതലുകളിലേക്ക് പരിശുദ്ധയാത്മാവ് നമ്മെ വെടി നടത്താൻ പോകുകയാണ്. ഓ സ്തോത്രം, എല്ലാവിധ ആശകളും നഷ്ടപ്പെട്ട, എല്ലാവിധ പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെട്ട്, ഓ ഇനി സ്തോത്രം മുന്നോട്ടൊരു സ്റ്റെപ്പ് ഇല്ല എന്നുള്ള ക്രമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, അതെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവിന് പറയാനുള്ളത്, കലങ്ങണ്ട, പതറണ്ട. സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ കരുതലുകൾ ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ഓ സ്തോത്രം, ബ്രദർ, സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ ഉറവകളെ തുറക്കാൻ പോകുകയാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കരുതലുകളിലേക്ക് ദൈവാത്മാവ് നമ്മെ വഴി നടത്താൻ പോകുകയാണ്. അതേ സ്തോത്രം, വേദപുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നു, ഓ സ്തോത്രം, നിങ്ങൾ സ്തോത്രം വിചാരപ്പെടരുത്, നിങ്ങൾ ചിന്താകുലരായി തീരരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരപ്പൻ സ്വർഗത്തിൽ നമുക്കുണ്ട്. നിങ്ങൾ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ നിങ്ങൾ ആമേ സ്തോത്രം ശ്രദ്ധിച്ച്, സുവിശേഷത്തിൽ വഴിയരികിൽ കിടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പ്രതീക്ഷിച്ചിരുന്ന സകല മക്കളും സകല വ്യക്തികളും ആ മനുഷ്യനെ സഹായിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, കേൾക്കുക സ്തോത്രം, ലേവ്യൻ കടന്നു വന്ന് ആ മനുഷ്യനെ സഹായിച്ചില്ല. ഓ സ്തോത്രം, ആമേൻ, പുരോഹിതൻ ആ വഴിയെ കടന്നു വന്ന് ആ മനുഷ്യന് സഹായം ലഭിച്ചില്ല. പക്ഷെ നല്ല ശമരിയക്കാരൻ അതുവഴി വന്ന്, ഓ സ്തോത്രം, ആമേ സ്തോത്രം, ആമേ സ്തോത്രം, ബന്ധപ്പെട്ട് കിടക്കുന്ന, വേദന അനുഭവിച്ച് കിടക്കുന്ന, മുറിവുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് വെറുതെ പോയില്ല. ആ മനുഷ്യനെ എടുത്ത് സ്തോത്രം സത്രത്തിലേക്ക് കൊണ്ടുപോകാനിടയായിത്തീർന്നു. അതേ സഹോദരങ്ങളെ, സ്തോത്രം, നാം ആശ്രയം വയ്ക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം മാറിപ്പോകുമ്പോൾ, ആമേ സ്തോത്രം, നാം ചിന്തിച്ചിരിക്കുന്ന വ്യക്തികൾ ആമേ സ്തോത്രം നമ്മെ സഹായിക്കാതെ മാറിപ്പോകുമ്പോൾ, ഓ നമ്മെ കരുതുമെന്ന് നാം ചിന്തിച്ചിരിക്കുന്ന വ്യക്തികൾ, ഓ സ്തോത്രം, വ്യക്തികളിൽ നിന്ന് നമുക്ക് കരുതലുകൾ ലഭിക്കാതെ പോകുമ്പോൾ, സ്തോത്രം, ആമേ സ്തോത്രം, നിന്നെ എന്നും എപ്പോഴും ഏത് സ്ഥാനത്തും കരുതുന്ന നല്ലൊരുടയൻ, ഓ സ്തോത്രം, നല്ല ശമരിയക്കാരൻ, അതെ നല്ല കർത്താവ് ഇന്ന് പ്രഭാതത്തിലും സ്തോത്രം ദൈവത്തിന്റെ കരുതലുമായി, ഓ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ കരുതലിനെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ, സ്തോത്രം, നീ ഭാരം അനുഭവിക്കുന്ന, ഓ വ്യഥ അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അരികിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. സ്തോത്രം, ആമേ ആമേ സ്തോത്രം, മനുഷ്യർ നിന്റെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയുള്ളപ്പോൾ, നിന്റെ ജീവിതത്തിൽ പുറമെ എല്ലാം ഉള്ളപ്പോൾ മനുഷ്യർ നിന്റെ കൂടെ ഇരിക്കും. പക്ഷേ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ, നിന്റെ വിഷപ്പ സന്ധികളിൽ, ഓ നിന്റെ പ്രയാസ മേഖലകളിൽ, ഓ സ്തോത്രം, എല്ലാവരും നിന്നെ വിട്ടുപോകുമ്പോഴും, ഓ സ്തോത്രം, നിന്നെ വിട്ട് ഒരിക്കലും വിട്ടുമാറാത്ത ഒരു നല്ല കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ അരികിലേക്ക് വെളിപ്പെടുകയാണ്. കടന്നു വരാം വേദപുസ്തകത്തിൽ, ഓ സ്തോത്രം, പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം, ആമേ സ്തോത്രം, 5-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് സ്തോത്രം, അവൻ തക്ക സമയത്ത് സ്തോത്രം നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സ്തോത്രം, വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. സ്തോത്രം, പത്രോസ് അപ്പോസ്തലനാണ്, ഓ സ്തോത്രം, ഈ ലേഖനം എഴുതിയത്. സ്തോത്രം, ഈ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ സ്ഥിരതയുടെ ആഴമേറിയ മർമ്മങ്ങളെയാണ്, ഓ സ്തോത്രം, അപ്പോസ്തലനായ സ്തോത്രം പത്രോസ് തന്റെ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ലേഖനം അതിന്റെ സമാപന അധ്യായമായിരിക്കുന്ന 5-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, പരിശുദ്ധയാത്മാവ് ദൈവമനുഷ്യനിലൂടെ സംസാരിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സ്തോത്രം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ, സ്തോത്രം, ആ സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന വ്യത്യസ്തങ്ങളാകുന്ന പ്രതിസന്ധികൾ, വ്യത്യസ്തമാകുന്ന പ്രതികൂലത്തിന്റെ അന്തരീക്ഷങ്ങളിൽ പലപ്പോഴും സ്തോത്രം ജനം ചിന്താകുലത്താൽ വലയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ സഹോദരങ്ങളെ, ചിന്താകുലങ്ങളിലൂടെ, ആകുല ചിന്തകളിലൂടെ, വ്യത്യസ്തമാകുന്ന മാനസിക ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയെ നോക്കി പരിശുദ്ധയാത്മാവ് പറയുകയാണ്, നിങ്ങൾ ചിന്താകുലരാകരുത്, നിങ്ങളുടെ ഹൃദയം വേദനപ്പെടരുത്. സ്തോത്രം, കാരണം സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഈ പ്രഭാതത്തിലും സ്വർഗ
സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ വ്യത്യസ്തമാകുന്ന ചിന്താകുലങ്ങളിലൂടെ കടന്നു പോകുന്ന, വ്യത്യസ്തമാകുന്ന മാനസിക വേദനകളിലൂടെ കടന്നു പോകുന്ന, അതേ സ്തോത്രം, ഹൃദയത്തിന്റെ സ്തോത്രം ആർക്കും ശമിപ്പിക്കാൻ കഴിയാത്ത ഹൃദയത്തിന്റെ മുറിവുകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പരിശുദ്ധയാത്മാവ് പറയുന്നു, അതേ സഹോദര, അതേ സഹോദരി, പരിശുദ്ധയാത്മാവ് നിങ്ങളോട് പറയുന്നു, സ്തോത്രം, നിങ്ങൾ ചിന്താകുലരാകരുത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതുകയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഒരുപക്ഷേ സ്തോത്രം, ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ആരെനിക്ക് വേണ്ടി കരുതും? ഓ, എന്റെ തലമുറയെ ആര് കരുതും? സ്തോത്രം, എന്റെ തലമുറയുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകും? ഓ സ്തോത്രം, ഭാവി എന്തായിരിക്കും? എന്റെ കുഞ്ഞിന്റെ വിവാഹം എന്തായിരിക്കും? എന്നിത്യാദി വ്യത്യസ്തമാകുന്ന ചിന്തകളിലൂടെ, കലങ്ങി മറിയുന്ന ചിന്തകളിലൂടെ, ഓ സ്തോത്രം, ആരെങ്കിലും ഈ ദിവസങ്ങളിൽ സ്തോത്രം കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പരിശുദ്ധയാത്മാവ് സംസാരിക്കുന്നത്, ഓ ചിന്താകുലരാകരുത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. അതേ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കരുതൽ നീ അനുഭവിക്കുന്ന ദിവസങ്ങളാണ്. ഓ സ്തോത്രം, ഇതുവരെ മനുഷ്യരിൽ നീ ആശ്രയിച്ചിരുന്നുവെങ്കിൽ, ഇതുവരെ നീ വ്യക്തികളിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് പറയുന്നു, വ്യക്തികളുടെ കരുതലല്ല നീ കാണാൻ പോകുന്നത്, മനുഷ്യന്റെ കരുതലല്ല കാണാൻ പോകുന്നത്. അതേ സ്തോത്രം, നിന്നെ വിളിച്ച ദൈവത്തിന്റെ കരുതൽ, ഓ നിന്നോട് വാക്ക് പറഞ്ഞ സർവകൃപാലുവായ ആമേൻ ദൈവത്തിന്റെ കരുതൽ ഈ ദിവസങ്ങൾ നീ അനുഭവിക്കാൻ പോകുകയാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. കേൾക്കണമേ സഹോദരങ്ങളെ, ഇതിന്റെ 1-ാമത്തെ അധ്യായം മുതൽ പരിശോധിച്ചാൽ ഈ സ്തോത്രം ദൈവശബ്ദത്തിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പരിശുദ്ധയാത്മാവ് ദൈവമനുഷ്യനിലൂടെ വെളിപ്പെടുത്തുന്നത്, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ സ്തോത്രം കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായിട്ട് തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കേൾക്കണമേ സഹോദരങ്ങളെ, ഒരു കൂട്ടത്തെ വീണ്ടും ജനിപ്പിച്ചത് കൊണ്ടുള്ള ദൈവിക ഉദ്ദേശത്തെ പരിശുദ്ധയാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഓ സ്തോത്രം, വീണ്ടും ജനിക്കപ്പെട്ട ഓ സഹോദരങ്ങളുടെ ഉറപ്പിന് വേണ്ടി പരിശുദ്ധയാത്മാവ് പിന്നെയും 1-ാമത്തെ അധ്യായം അതിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ 23 മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. കേൾക്കണമേ സഹോദരങ്ങളെ, വീണ്ടും ജനിക്കപ്പെട്ട ഓ സ്തോത്രം കർത്താവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കിയ ദൈവസഭയോട് പരിശുദ്ധയാത്മാവ് പറയുകയാണ്, ഓ കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു, സകല സ്തോത്രം ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലുണങ്ങി പൂ ഉതിർന്ന് കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അർത്ഥത്തിൽ വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വെളിപ്പെട്ടു വരുന്ന ഈ ലോകത്തിന്റെ ചൂടനുസരിച്ച്, ഓ ഈ ലോകത്തിന്റെ ചൂടടിച്ച് അവന്റെ ജീവിതം എന്നേക്കുമായി വാടിപ്പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അവൻ ഫലപുഷ്ടിയുള്ളതായി ഉയർന്നു വന്നേക്കാം, അവൻ പുഷ്പിച്ചേക്കാം. പക്ഷേ ഈ ലോകത്തിന്റെ വെയിൽ ഓ സ്തോത്രം അവന്റെ ജീവിതത്തിലേക്ക് അഞ്ഞടിക്കുമ്പോൾ സ്തോത്രം അവനാകുന്ന സ്തോത്രം വൃക്ഷം വാടിപ്പോകുന്നു, അവനിൽ നിന്നും പുറപ്പെട്ടു വന്ന പൂ ഉതിർന്നു പോകുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുക, ഓ സ്തോത്രം, കെടുന്നതല്ലാത്തതും കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനമെന്ന വിത്ത് ദൈവം നമ്മുടെ മേൽ വെളിപ്പെടുത്തി ആ വിത്തിനകത്ത് വീണ്ടും ജനിക്കപ്പെട്ട്, ഓ സ്തോത്രം, ഓരോ ഭക്തനെ നോക്കി പരിശുദ്ധയാത്മാവ് പറയുന്നു, നീ ഈ ലോകത്തിന്റെ വെയിലിനകത്ത് വാടിപ്പോകുകയില്ല കുഞ്ഞെ. ഈ ലോകത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന പ്രതിസന്ധികൾക്ക് നിന്നെ വാട്ടിക്കളയുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ നിന്നും വെളിപ്പെട്ടു വരുന്ന പ്രതികൂലത്തിന്റെ അന്തരീക്ഷങ്ങൾക്കകത്ത് ഓ സ്തോത്രം നീ ഉടഞ്ഞു പോകുകയില്ല. കാരണം സ്തോത്രം ഒരിക്കലും ഉടഞ്ഞു പോകാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് ദൈവം നിന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിക്കപ്പെട്ട ഓ സ്തോത്രം ഏതൊരു ഭക്തനെ നോക്കിയും ഓ സ്തോത്രം പരിശുദ്ധയാത്മാവ് തുടർമാനമായുള്ള ഈ അധ്യായങ്ങളിൽ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്, സകല ദുഷ്ടതയും ചതിവും എല്ലാ സ്തോത്രം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച
ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കേൾക്കണമേ സഹോദരങ്ങളെ, ഓ സ്തോത്രം, ദൈവം വലിയ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓ സ്തോത്രം, ദൈവം ഒരിക്കലും കെട്ടുപോകാത്ത ദൈവവചനമെന്ന വിത്തിട്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചതെങ്കിൽ, വീണ്ടും ജനിക്കപ്പെട്ട ഞാനും നിങ്ങളും ഓ രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ പകൽക്കാലം കേൾക്കണമേ, ഓ സ്തോത്രം, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ഭക്തൻ, ഓ സ്തോത്രം, അവൻ വീണ്ടും ജനിച്ച പാതയിൽ തന്നെ സ്റ്റക്കായി പോകുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന വേദനകൾ കടന്നു വരുന്നത്, വ്യത്യസ്തമാകുന്ന ചിന്താകുലങ്ങൾ കടന്നു വരുന്നത്, വ്യത്യസ്തമാകുന്ന ഓ സ്തോത്രം മനസ്സിനകത്തുള്ള ഭാരങ്ങൾ, ടെൻഷനുകൾ, ആകുല ഭാരങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ഈ പ്രഭാതത്തിൽ കേൾക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് 5-ാമത്തെ അധ്യായം ഒടുവിലത്തെ ഭാഗങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഓ സ്തോത്രം, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടിയതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ സഹോദരങ്ങളെ, രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ സ്തോത്രം, അവന്റെ ആശ്രയം ദൈവത്തിന്റെ കരങ്ങൾക്കകത്തായിരിക്കും. കേൾക്കണമേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരങ്ങൾക്കകത്ത് അമർന്നിരിക്കുന്ന ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം, ഓ സ്തോത്രം, അവന്റെ ജീവിതത്തിൽ അവൻ വ്യത്യസ്തമായി തള്ളിക്കയറുന്ന ഈ കാലഘട്ടത്തിന്റെ അന്തരീക്ഷം അനുസരിച്ച് തള്ളിക്കയറി വരുന്ന വ്യത്യസ്തമാകുന്ന ചിന്താഗതിക്കകത്ത് അവൻ കുഴഞ്ഞു പോകുകയില്ല, അവൻ വാടിപ്പോകുകയില്ല. കാരണം അവനറിയാം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ കരങ്ങൾക്കകത്താണ് ഞാൻ അമർന്നിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കരം ബലമുള്ള കരമാണ്, അതെന്നേക്കുമായി ശാശ്വത ഭുജമാണ്. ആ ഭുജത്തിനകത്താണ് ഞാൻ അമർന്നിരിക്കുന്നതെങ്കിൽ, ഓ സ്തോത്രം, ഈ ലോകത്തിന്റെ ഏതെങ്കിലും ശബ്ദങ്ങൾക്കോ, ഈ ലോകത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധികൾക്കകത്തോ ഞാൻ വാടിപ്പോകുകയില്ല, ഞാൻ വീണു പോകുകയില്ല. കാരണം ദൈവം എന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. ഓ സ്തോത്രം, രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്ന ദൈവസഭയെ, വീണ്ടും ജനിക്കപ്പെട്ട ദൈവസഭയെ, ഈ പ്രഭാതത്തിൽ കേൾക്കണം. നിന്റെ ജീവിതത്തിൽ ഓ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സമയത്തിൽ, ഓ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടിയതിന്, ഓ സ്തോത്രം, ദൈവത്തിന്റെ ടൈമിൽ ദൈവത്തിന്റെ കരുതൽ സ്തോത്രം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടിയതിന് ദൈവത്തിന്റെ കരങ്ങൾക്കകത്ത് നീ താണിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കേൾക്കണമേ, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്, ഓ സ്തോത്രം, മനുഷ്യന്റെ സമയത്തിലല്ല, പ്രത്യുത ഓ സ്തോത്രം, ദൈവത്തിന്റെ സമയത്തിനകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. പലപ്പോഴും ഓ സ്തോത്രം, വീണ്ടും ജനിക്കപ്പെട്ട ഭക്തന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ ആശ്രയിച്ച് ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഓ സ്തോത്രം ജനത്തെ സംബന്ധിച്ചിടത്തോളം, ഓ സ്തോത്രം, പ്രാർത്ഥിച്ച വിഷയത്തിൽ, ഓ നാം ചിന്തിച്ചു വച്ചിരിക്കുന്ന സമയത്തിൽ അതിന്റെ മറുപടി വെളിപ്പെടാതെ വരുമ്പോൾ പലപ്പോഴും ടെൻഷനുകൾ അനുഭവിക്കാറുണ്ട്, പലപ്പോഴും മനഭാരങ്ങൾ അനുഭവിക്കാറുണ്ട്, അതെ, പലപ്പോഴും ചിന്താകുലങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഈ പ്രഭാതത്തിൽ കേൾക്കുക സഹോദരങ്ങളെ, ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ സമയത്താണ്. ആ ദൈവത്തിന്റെ സമയത്തെയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്, തക്ക സമയത്ത്. അതെ, ഈ ദിവസങ്ങളിൽ ഓ സ്തോത്രം, പല വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അതിന്റെ മറുപടി ലഭിക്കാതെ ഹൃദയത്തിനകത്ത് ഭാരത്തോടെ, ഓ സ്തോത്രം, ഒരു മുന്നേറ്റം കാണുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിച്ച വിഷയത്തിന്റെ ഒരു ചലനം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഓ സ്തോത്രം, ഞാൻ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അതിന്റെ മറുപടിയില്ല. ഒട്ടനവധി വാഗ്ദത്തങ്ങൾ കേട്ട വ്യക്തിയാണ്, പക്ഷെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം കാണുവാൻ കഴിയുന്നില്ല എന്നുള്ള മാനസിക വേദനയോടുകൂടി ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ദൈവ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു ബ്രദർ, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു സിസ്റ്റർ. ഓ സ്തോത്രം, ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നുവെങ്കിൽ, ഓ സ്തോത്രം, നീ താണിരിക്കുന്നത് വ്രതമാകത്തില്ലെന്ന് സ്വർഗം തെളിയിക്കുന്ന ദിവസങ്ങളാണ്. അതെ, ഓ സ്തോത്രം, മനുഷ്യന്റെ കരുതലല്ല നീ കാണുവാൻ പോകുന്നത്, ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ കീഴിൽ താണിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ കരുതൽ നീ കാണുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടുകയാണ്. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത സൂപ്പർ നാച്ചുറൽ ദൈവത്തിന്റെ കരുതലുകൾ. ഓ, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്ക ക്രമത്തിൽ, അതേ, മനുഷ്യരുടെ കണ്ണുകളിൽ ആശ്ചര്യം തോന്നത്തക്ക ക്രമത്തിൽ ദൈവത്തിന്റെ കരുതൽ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞ് ഈ പ്രഭാതത്തിൽ സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന പ്രഭാതമാണ്. അതെ, കലങ്ങി മറിഞ്ഞിരിക്കുന്ന, ഓ ചിന്താകുഴപ്പത്തിലായിരിക്കുന്ന, ഓ ഏത് തെരഞ്ഞെടുക്കണമെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ക്രമത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന നിന്നെ
നിന്നോടാ ദൈവം സംസാരിക്കുന്നേ. ഓ സ്തോത്രം, ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങൾ വെളിപ്പെടുത്താൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സ്തോത്രം ദൈവിക കരുതലുകൾ യേശു ക്രിസ്തുവിലൂടെ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്താൻ പോകുകയാണ് ബ്രദർ. നിന്റെ കുടുംബം ആനന്ദിക്കത്തക്ക ക്രമത്തിൽ സ്തോത്രം ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടാൻ പോകുകയാണ്. കേൾക്കണമേ, സ്തോത്രം. അപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അന്തരീക്ഷങ്ങളാണ്, സാഹചര്യങ്ങളാണ്. കാരണം അത് വെളിപ്പെടാൻ സാഹചര്യമൊന്നുമില്ല, അത് സംഭവിപ്പാൻ സാധ്യതകളൊന്നുമില്ല. ഈ പ്രഭാതത്തിൽ കേൾക്കുക, നിന്റെ ജീവിതത്തിൽ 100 അസാധ്യതകൾ വെളിപ്പെട്ടു നിൽക്കുമ്പോഴും വെളിപ്പെട്ടു വന്ന അസാധ്യതയുടെ കരങ്ങൾ മാനുഷിക കരത്തെ നിന്നിൽ നിന്നും അകറ്റിയെങ്കിൽ, അതെ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ വെളിപ്പെട്ടു വന്ന അസാധ്യതയുടെ തലങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള മാനുഷിക കരുതലുകളെ നിന്നിൽ നിന്നും അകറ്റിയെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ഈ അസാധ്യതയുടെ നടുവിലും സ്തോത്രം നൂറുകണക്കിന് അസാധ്യതയുടെ ചിന്തകൾ നിന്റെ മേൽ കിടക്കുമ്പോഴും, നൂറുകണക്കിന് അസാധ്യതയുടെ കാര്യങ്ങൾ നിന്റെ മേൽ കിടക്കുമ്പോഴും, അതിന്റെ നടുവിലൂടെ സാധ്യതകൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. ഒരുപക്ഷെ നീ പറയുന്നു, സംഭവിക്കാൻ സാധ്യതയില്ല, എല്ലാം തീർന്നു, എല്ലാം സ്റ്റക്കായി പോയി, സ്തോത്രം, ഇനി ഒരു എഴുന്നേൽപ്പ് സാധ്യമല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ മനുഷ്യൻ കണ്ടിട്ടില്ലാത്തത്, സ്തോത്രം, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് സ്വർഗം നിന്റെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. അതിന്റെ ചലനങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക, കർത്താവിന് നന്ദി പറയുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. പരിശുദ്ധയാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്യുന്നതന്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ നിന്റെ കൂടാരത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഈ പ്രഭാതത്തിലും ഇടപെടുകയാണ്. ദൈവിക മഹത്വത്തിലേക്ക് സ്തോത്രം, നീ ഇതുവരെ ആശ്രയം വെച്ചിരുന്ന ദൈവത്തിന്റെ കരുതൽ എന്നെന്ന് തിരിച്ചറിയത്തക്ക ക്രമത്തിൽ സ്വർഗീയ കരുതലുകളെ നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി ഓപ്പണാക്കാൻ പോകുകയാണ്. സ്വർഗം അത് തുറക്കാൻ പോകുകയാണ്. അതെ, നീ പ്രതീക്ഷിക്കാത്ത ഈ സമയത്ത്, സ്തോത്രം, നീ വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് ആ ദൈവിക കരുതലിനെ പരിശുദ്ധയാൽമ വെളിപ്പെടുത്താൻ പോകുകയാണ്. അത് മനുഷ്യർക്ക് തടയുവാൻ കഴിയത്തില്ല ബ്രദർ. സ്തോത്രം, അത് ശത്രുക്കൾക്ക് തടയുവാൻ കഴിയത്തില്ല. കാരണം ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ദൈവം അടച്ചാലും തുറക്കാനും ആർക്കും കഴിയുകയില്ല. സ്തോത്രം, ഇന്ന് പ്രഭാതത്തിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ക്രമത്തിൽ ഒരു സീസൺ, ഒരു വാതിൽ, ഒരു ഡോർ യേശുവിന്റെ നാമത്തിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. അത് ദൈവത്തിന്റെ കരുതലെന്ന് ഈ ദിവസങ്ങളിൽ നീ പറയത്തക്ക ക്രമത്തിൽ പരിശുദ്ധയാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഒരു അത്ഭുതത്തെ നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക, ചേർന്ന് ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് വേദപുസ്തകത്തിൽ സ്തോത്രം പരിശുദ്ധയാത്മാവ് പൗലോസിലൂടെ ദൈവസഭയ്ക്ക് കൈമാറുന്നത്, ഹല്ലേലൂയ, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സ്തോത്രം എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവം തന്റെ ആത്മാവിനാൽ അവ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ആരായുന്നു, ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. സ്തോത്രം, കേൾക്കണം, മനുഷ്യനിലുള്ളത് എന്തെന്ന് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് എന്തെന്ന് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ലല്ലോ. നാമോ സ്തോത്രം ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവത്തിലുള്ളത് അറിവാനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ സ്തോത്രം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ സ്തോത്രം തക്ക സമയത്ത് ദൈവം ഉയർത്തേണ്ടിയതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തയെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം അവർ വീണ്ടും സ്തോത്രം അവർ രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവർ രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിലുള്ള സത്യം എന്നാണെന്നറിയാവോ? സ്തോത്രം 100 കൂട്ടം പ്രശ്നങ്ങൾ ദേശത്തുണ്ടെങ്കിലും
100 കൂട്ടം പ്രശ്നങ്ങൾ രാജ്യത്തിലുണ്ടെങ്കിലും, അത് ചുറ്റുപാടുകളിൽ 100 കൂട്ടം പ്രതികൂലത്തിന്റെ അന്തരീക്ഷമുണ്ടെങ്കിലും, സ്തോത്രം, ചുറ്റുപാടുമുള്ള അന്തരീക്ഷമല്ല അവരുടെ വളർച്ചയുടെ മാനദണ്ഡമെന്ന് പറയുന്നത്. അവരുടെ വളർച്ചയുടെ മാനദണ്ഡമെന്ന് പറയുന്നത് സ്തോത്രം അവരും ദൈവവുമായുള്ള ബന്ധമാണ്. സ്തോത്രം, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ അമർന്നിരിക്കുന്ന സ്തോത്രം ഒരു ഭക്തനും ദൈവം തമ്മിലുള്ള ബന്ധമാണ് അവരുടെ വളർച്ചയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. എന്തേ സ്തോത്രം, അവർ പിന്നെയും പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന്റെ കരങ്ങൾ കീഴിൽ താണിരിക്കുന്നതിന്റെ പിന്നിലുള്ള സത്യം എന്നറിയാവോ? ആമേൻ. അവരുടെ ഭൗതിക കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളെ ദർശിക്കുമ്പോഴും സ്തോത്രം ഒരിക്കലും തകർന്നു പോകാത്ത, ഒരിക്കലും സ്തോത്രം നഷ്ടപ്പെട്ടു പോകാത്ത അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്ന് ആ കണ്ണുകളിലൂടെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്നത് ആത്മാവിൽ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലും സ്തോത്രം, വീണ്ടും ജനിച്ച ദൈവ പൈതലേ, ആമേ, പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ സ്തോത്രം ആമേ ദൈവത്തിന്റെ ബലമുള്ള കൈക്കടി താണിരിക്കണമെന്നാണെങ്കിൽ, ആ ബലമുള്ള കൈക്കടി നീ താണിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ഓരോ നിമിഷവും ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കും, ദൈവിക അഭിഷേകമായിരിക്കും. സ്തോത്രം, അഭിഷേകത്തിൽ നിലനിൽക്കുന്ന നീ ഓരോ നിമിഷം രക്ഷക്കായി വളർന്നുകൊണ്ടിരിക്കും. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ, അതുവരെ പ്രശ്നം കാണുകയില്ല, അതുവരെ പ്രതികൂലം കാണുകയില്ല. വീണ്ടും ജനിച്ച ദൈവ പൈതൽ രക്ഷക്കായി വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ, അവിടെ മുതലാണ് അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്, അവിടെയാണ് അവന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആരംഭിക്കുന്നത്. എന്നാന്നറിയാവോ ഈ പ്രതികൂലത്തിന്റെ അടിസ്ഥാനം? സ്തോത്രം, കുഞ്ഞെ, വീണ്ടും ജനിക്കപ്പെട്ട നീ സ്തോത്രം സാത്താന്റെ രാജ്യത്തിന് ഭീഷണിയാണെങ്കിൽ, നീ രക്ഷക്കായി വളരുമ്പോൾ നിന്റെ വളർച്ച സാത്താന്റെ തളർച്ചയ്ക്ക് കാരണമാകും. കേൾക്കണം, നിന്റെ വളർച്ച ദുർശക്തികളുടെ തളർച്ചയ്ക്ക് കാരണമായി തീരും. ദേശത്ത് നീ വളർന്നെഴുന്നേറ്റാൽ ആ ദേശത്ത് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുവാനിടയായി തീരും. ആമേൻ. ദേശത്ത് നീ തല ഉയർത്തിയാൽ ആ ദേശത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതൽ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ വെളിപ്പെടുത്തുവാനിടയായി തീരും. സ്തോത്രം, അതുകൊണ്ട് വളരുവാൻ ആഗ്രഹിക്കുന്ന, രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന ചിന്തകളിട്ട്, വ്യത്യസ്തമാകുന്ന മനോഭാരങ്ങളിട്ട് പ്രാർത്ഥനയെ സ്തോത്രം നഷ്ടപ്പെടുത്തി, ആരാധനകളെ നഷ്ടപ്പെടുത്തി നിന്റെ ജീവിത ചിന്താ കുഴപ്പത്തിനകത്ത് ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഈ പ്രഭാതത്തിൽ സ്തോത്രം ചിന്താകുഴപ്പത്തിലായിരിക്കുന്നവരെ, സ്തോത്രം മാനസിക വേദനയോടുകൂടി മുന്നോട്ട് പോകുന്നവരെ, സ്തോത്രം തീരാ ദുഃഖത്തോടുകൂടി ആത്മീക ജീവിതം തള്ളി നീക്കുന്നവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരുതൽ നീ ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ നിന്റെ ആത്മീക ജീവിതം ആനന്ദത്തിന്റെ ക്രമത്തിൽ മുന്നോട്ട് പോകാൻ പോകുകയാണ്. നീയും നിന്റെ കുടുംബവും ക്രിസ്തുവിൽ ആനന്ദിക്കാൻ പോകുകയാണ്. സ്തോത്രം, പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപ നീ അനുനിമിഷം അനുഭവിക്കാൻ പോകുകയാണ്. ക്രിസ്തുവിൽ എന്നെ എപ്പോഴും എവിടെയും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങാൻ പോകുകയാണ്. പ്രതിസന്ധികളെ കണ്ട് നീ തകർന്നു പോകുകയില്ല, പ്രതികൂലങ്ങളെ കണ്ട് നീ തളർന്നു പോകുകയില്ല. സ്തോത്രം, നിന്റെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന തടസ്സങ്ങളെ കണ്ട് നീ പതറിപ്പോകുകയില്ല. നീ പ്രതീക്ഷിച്ച, നീ ആശ്രയം വെച്ച വ്യക്തികൾ നിന്നെ വിട്ട് മാറിയത് കൊണ്ട് നീ തളർന്നു പോകുകയില്ല. കാരണം നിനക്കറിയാം, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവനായ ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം, അവൻ ഉറങ്ങുന്നില്ല ബ്രദർ, അവൻ മയങ്ങുന്നില്ല ബ്രദർ. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. ഈ പ്രഭാതത്തിൽ നിന്റെ സഹായത്തിനായി സ്തോത്രം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുത്തുവാൻ ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നിന്റെ അരികിലേക്ക് വെളിപ്പെടുകയാണ്. നിങ്ങൾ കേൾക്കണമേ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് സ്തോത്രം മറ്റൊരാൾക്ക് വന്ന് സ്തോത്രം കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാരണം ദൈവം പേര് മാറ്റി വിളിക്കുന്ന ദൈവമല്ല. കേൾക്കണമേ, സ്തോത്രം, വേദപുസ്തകത്തെ പരിശോധിച്ചാൽ ദൈവത്തിന്റെ കരുതൽ വ്യത്യസ്തമാകുന്ന നിലകളിൽ ഒരു സർപ്രൈസ് പോലെ അനുഭവിച്ച മനുഷ്യനാണ് സങ്കീർത്തനക്കാരനായ ദാവീദ്. സ്തോത്രം, ദൈവം പ്രവാചകനായ ശമൂവേലിനോട് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് ഇടപെടുമ്പോൾ ഒരുപക്ഷെ ദാവീദിന്റെ അകത്തളങ്ങളിൽ പോലും ഇങ്ങനത്തെ ഒരു ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ഒരു വെളിപ്പാട് ഉണ്ടായി കാണുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ശമൂവേലിനോട് ദൈവം ഇടപെടുമ്പോൾ ദൈവം പറഞ്ഞ പദം ഇതാണ്, നീ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നവനെ എനിക്ക് വേണ്ടി നീ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പുറത്തുള്ളത് നോക്കി സ്തോത്രം കാര്യങ്ങൾ വിലയിരുത്തുന്നവനല്ല ദൈവം.
ദൈവം പുറമേയുള്ള പ്രൗഢിയെ നോക്കി അഭിഷേകം ചെയ്യുന്നവനല്ല ദൈവം. ഓ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി കണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ് ദൈവം. അതെ, ദൈവിക നിയോഗത്തിനകത്ത് അഭിഷേകം വെളിപ്പെടുത്തുന്നവനാണ് ദൈവം. ഇന്ന് പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ചിന്തകൾ അസ്തമിച്ചു പോയെടുത്ത്, നിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയെടുത്ത്, സ്തോത്രം, നിന്റെ മനസ്സ് പതറിപ്പോയെടുത്ത്, ഇതാ നിന്നെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ, ഇതാ നിന്നെ വീണ്ടും ജീവിപ്പിക്കാൻ, ഇതാ നിനക്ക് പുത്തൻ പ്രത്യാശകൾ നൽകി തരുവാൻ, പുതിയ പ്രതീക്ഷകൾ നൽകി തരുവാൻ, അതെ, ഒരു പുതിയ തുടക്കം നൽകി തരുവാൻ, സ്തോത്രം, സർവകൃപാലുവായ എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായ കരുതലിന്റെ ദൈവം ഈ പ്രഭാതത്തിലും നിന്റെ സ്വീകരണ റൂമുകളിലേക്ക് ഇറങ്ങി വരികയാണ്. ഹൃദയം വിട്ടുകൊടുക്ക ബ്രദർ. ഇന്ന് പ്രഭാതത്തിൽ തകർന്നിരിക്കുന്ന, തളർന്നിരിക്കുന്ന സ്തോത്രം, നിന്റെ ഹൃദയത്തെ കർത്താവിന്റെ കരത്തിലേക്ക് വിട്ടുകൊട്. ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്നെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിന്റെ തളർച്ചയെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഈ പ്രഭാതത്തിൽ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു കരുതൽ നീ കാണുവാൻ പോകുകയാണ്. സ്തോത്രം, ശമൂവേൽ തൈലക്കൊമ്പുമായി ഇശായിയുടെ ഭവനത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്തിനാണെന്നറിയാവോ? സ്വർഗത്തിലെ ദൈവം പ്രവാചകനോട് പറയുകയാണ്, ബത്ലഹേമിനായ ഇശായിയുടെ കൂടാരത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുകയാണ്. കേട്ടവർ ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവത്തിന് വേണ്ടി അഭിഷേകം ചെയ്യുവാൻ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് വഹിച്ചു കൊണ്ടുവരുന്ന പ്രവാചകൻ ഭവനത്തിൽ വരുമ്പോൾ, നിയോഗമുള്ളവൻ ഭവനത്തിനകത്തില്ല. നിയോഗമുള്ളവനെ അപ്പൻ പറഞ്ഞ് ആടുകളെ മേയ്ക്കുവാൻ സ്തോത്രം കാട്ടിൽ പറഞ്ഞയച്ചിരിക്കുകയാണ്. നിയോഗമില്ലാത്ത 7 അപ്പൻ വരി നിർത്തുമ്പോൾ സ്വർഗം പറയുകയാണ്, ഇല്ല കുഞ്ഞെ, സ്തോത്രം, മനുഷ്യൻ പുറമെയുള്ളതിനെ നോക്കി വിലയിരുത്തുന്നു. ഞാൻ പുറമെയുള്ളതിനെ നോക്കുന്നവനല്ല, ഞാൻ അകത്തളങ്ങളെ നോക്കുന്നവനാണ്. ഹലോ, ഇന്ന് പ്രഭാതത്തിൽ നിന്നെ കുറിച്ച് ലോകം 100 കുറ്റം പറഞ്ഞാലും, അതെ, നിന്നെ കുറിച്ച് സ്തോത്രം ലോകം മുഴുവനും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും, സ്തോത്രം, ഈ പ്രഭാതത്തിൽ അതൊന്നുമല്ല ദൈവത്തിന് വിഷയം. ദൈവം നിന്റെ ഹൃദയത്തെ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഹൃദയത്തിന്റെ വിങ്ങലുകളെ ദൈവം ദർശിക്കുകയാണ്. ഒരുപക്ഷെ സ്തോത്രം, നിന്റെ പുറമേ ഉള്ളത് കാണുവാൻ എല്ലാവർക്കും കഴിയുമായിരിക്കും ബ്രദർ, നിന്റെ പുറമേ ഉള്ളത് കാണുവാൻ എല്ലാവർക്കും കഴിയുമായിരിക്കും സിസ്റ്റർ. പക്ഷേ നിന്റെ അകത്തളങ്ങളിലെ ഭാരങ്ങളെ, നിന്റെ അകത്തളങ്ങൾ നീ അനുഭവിക്കുന്ന വേദനകളെ, നിന്റെ അകത്തളങ്ങൾ നീ അനുഭവിക്കുന്ന നുറുക്കങ്ങളെ കാണുവാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, ഇതാ സ്തോത്രം, നിന്റെ അകത്തളങ്ങളെ കണ്ട് നിന്റെ മുറിവുകളെ കെട്ടുന്നവൻ, നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, സ്തോത്രം, നല്ല ശമരിയക്കാരനായിരിക്കുന്ന സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ഈ പ്രഭാതത്തിൽ നിന്റെ കൂടാരത്തിനകത്തേക്ക് വന്നിരിക്കുകയാണ്. നിന്റെ വേദനകളെ പരിഹരിപ്പാൻ, നിന്റെ മുറിവുകളെ കെട്ടുവാൻ ഈ പ്രഭാതത്തിൽ യേശുവിന്റെ കരം നിന്റെ സമീപത്തായി വെളിപ്പെടുകയാണ്. കേൾക്കണമേ സഹോദരങ്ങളെ, ദൈവം പറയുകയാണ്, സ്തോത്രം, ഈ 7 പേരുമല്ല. സ്തോത്രം, പ്രവാചകൻ ഇശായിയോട് ചോദിക്കുകയാണ്, പ്രവാചകൻ അപ്പനോട് ചോദിക്കുകയാണ്, ഈ 7 പേരുമല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൻ പറയുകയാണ്, ഇനി ഒരു ഇളയവനുണ്ട്, അവൻ കാട്ടിനകത്താണ്. സ്തോത്രം. അടുത്ത പ്രവാചകന്റെ ശബ്ദം, പ്രവാചകൻ പറയുകയാണ്, ശമൂവേൽ ഇശായിയോട് വെളിപ്പെട്ട് പറയുകയാണ്, അവനെ വിളിക്കുവാൻ ആളയക്കുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിലിരിക്കുന്നില്ല. ഹലോ, ഇതാ ദൈവത്തിന്റെ പ്രത്യേകത. നിയോഗമുള്ള നീ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്ത്, അതെ, തക്ക സമയത്ത്, ദൈവ പദ്ധതിയുടെ സമയത്ത്, സ്തോത്രം, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഈ ലോകത്തിന്റെ തിരമാലകളും സ്തോത്രം നിന്നെ ഏതൊക്കെ മേഖലകൾക്കകത്ത് കൊണ്ട് ഒതുക്കിയാലും, സ്തോത്രം, നിയോഗം വെളിപ്പെടുത്തുന്ന കർത്താവ് നീ ഒതുക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തു നിന്നും സ്തോത്രം നിന്നെ പൊക്കിക്കൊണ്ടുവരുന്നവനാണ്. ഒരുപക്ഷെ കടഭാരത്തിനകത്ത് നീ കട്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, വ്യത്യസ്തമാകുന്ന രോഗത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അതെ, സ്തോത്രം, മാനസിക ദുഃഖങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഇത് ദൈവത്തിന്റെ സമയത്ത് നിന്നെ ദൈവം പൊക്കിക്കൊണ്ടുവരികയാണ്. നിനക്ക് ഒതുങ്ങുവാൻ കഴിയത്തില്ല, നിനക്ക് ഒതുങ്ങുവാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല ബ്രദർ, നിന്നെ ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. നിയോഗമുള്ള സഹോദര, നിയോഗമുള്ള സഹോദരി, സ്തോത്രം, ദർശനമുള്ള സഹോദര, ദർശനമുള്ള സഹോദരി, നിന്നെ ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിന്റെ സമയത്ത് സ്വർഗം നിന്നെ നീ ആയിരിക്കുന്ന കയത്തിനകത്തുനിന്നും പൊക്കിയെടുക്കുവാൻ പോകുകയാണ്. ഇത് ഉയർത്തിയെടുക്കുവാൻ പോകുകയാണ്. കാട്ടിനകത്തിരുന്ന, കാട്ടിനകത്ത് ഒതുക്കപ്പെട്ടു പോയ സഹോദരങ്ങളാൽ ഒതുക്കപ്പെട്ടു പോയ നിയോഗമുള്ളവൻ, സ്തോത്രം, നിയോഗമില്ലാത്ത 7 അപ്പനോടൊപ്പം നാം അധിവസിക്കുമ്പോൾ, ഇത് ദൈവത്തിന്റെ സമയമായപ്പോൾ 7 വരെയല്ല, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത്
വ്യക്തിത്വത്തുള്ളവനെ കാട്ടിൽ നിന്നും ഇതാ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഓ സ്തോത്രം, കാട്ടിൽ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഓ സ്തോത്രം, തള്ളപ്പെട്ടു പോയെടുത്ത് തന്നെ, ഓ സ്തോത്രം, തള്ളപ്പെട്ടു പോയവനെ അവൻ തള്ളപ്പെട്ടു പോയ സ്ഥാനത്ത് തന്നെ ദൈവം അഭിഷേകം ചെയ്യാൻ കൊണ്ടുവരികയാണ്. കുഞ്ഞേ, കഴിഞ്ഞ കാലഘട്ടത്തിൽ നീ തള്ളപ്പെട്ടു പോയ വ്യക്തിയാണോ? കഴിഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യരാൽ, ബന്ധുക്കളാൽ, ഓ സ്വന്തക്കാരാൽ, ഓ സ്തോത്രം, രക്തബന്ധങ്ങളാൽ നീ തള്ളപ്പെട്ടു പോയ വ്യക്തിയാണോ? ഓ സ്തോത്രം, നിന്നെ തള്ളിയ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിന്റെ മേൽ അഭിഷേകം പകരുന്ന നല്ല ഇടയൻ, ഓ സ്തോത്രം, നല്ല ശമരിയക്കാരൻ, അത് നല്ല കർത്താവ് ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി കരുതുവാൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. ഓ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ഇതാ നിന്റെ സമയമെടുക്കുകയാണ്. ഓ സ്തോത്രം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഷ്ടത്തിലൂടെ കടന്നുപോയെങ്കിൽ എന്നും കഷ്ടമല്ല, എന്നും ദുഃഖമല്ല, എന്നും വേദനകളല്ല. കഷ്ടപ്പെടുവാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ ഇത് കഷ്ടത്തിൽ നിന്നും പുറത്തു വരുവാനും ഒരു സീസൺ ഉണ്ട്. വേദനപ്പെടുവാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ ഇത് സന്തോഷിക്കുവാനും ഒരു സീസൺ ഉണ്ട്. കുഞ്ഞേ, നിനക്ക് വേണ്ടി ഒരു സീസൺ ദൈവം തുറക്കുകയാണ്. നിനക്ക് വേണ്ടി ഒരു കൊയ്ത്ത് ദൈവം വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ നീ അനുഭവിച്ച വേദനകൾക്ക് ബദലായി, ഓ സ്തോത്രം, കരുതുന്നവനായ ദൈവം, ഓ നിനക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം ഇന്ന് പ്രഭാതത്തിലും ഓ നിന്റെ അരികിലേക്ക് വെളിപ്പെടുകയാണ്. ഒരുപക്ഷേ സ്തോത്രം, കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയായിരിക്കും നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, ഹൃദയ വേദനയോടുകൂടി ഇരിക്കുന്നത്, അതേ ചിന്താകുലരായിരിക്കുന്നത്. ഇല്ല സ്തോത്രം, ഓ സ്തോത്രം, കുഞ്ഞിന്റെ വിവാഹ വിഷയം സംബന്ധിച്ചായിരിക്കാം, കടഭാര സംബന്ധമായിരിക്കാം, അതേ സ്തോത്രം, ബിസിനസിന്റെ പ്രശ്നങ്ങളായിരിക്കാം. ഏത് വിഷയമായാലും ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, നിന്റെ തകർച്ചയെ കാണുന്നവൻ, നീ തകരുന്നതിന് മുമ്പേ നിന്റെ തകർച്ചയുടെ പോയിന്റിനെ കാണുന്ന കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഇതാ നിന്റെ അരികിലേക്ക് വെളിപ്പെടുകയാണ്. നീ അവനെ ഒന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുന്നുവെങ്കിൽ, യേശുവിനെ ഈ പ്രഭാതത്തിൽ നീ ഒന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ, തിരിച്ചറിഞ്ഞ കർത്താവിനെ ഒന്ന് ഉണർത്തിയാൽ ഇന്ന് പ്രഭാതത്തിൽ ഓ സ്തോത്രം, ദൈവത്തിന്റെ കരുതൽ നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരുതൽ നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. അതേ സ്തോത്രം, ദൈവത്തിന്റെ കരുതൽ ഓ നിന്റെ തലമുറയുടെ വിവാഹത്തിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. അതേ ദൈവത്തിന്റെ കരുതൽ നിന്റെ ഉപജീവന മേഖലയിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാവോ, സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവും ശിഷ്യന്മാരും കൂടി പടകിൽ ഇതാ യാത്ര ചെയ്യുകയാണ്. പടകിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയാണ്. കർത്താവ് ഉറങ്ങിയപ്പോൾ പടക് സ്തോത്രം ഭയങ്കരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഇതാ കാറ്റടിക്കുകയാണ്, കടലിളകുകയാണ്, പടക് സ്തോത്രം ആടി ഉലയുകയാണ്. ശിഷ്യന്മാർ എന്നാ ചെയ്തേ? ഓ സ്തോത്രം, അമരത്ത് തലയണ വെച്ച് കിടക്കുന്ന കർത്താവിനെ തട്ടി ഉണർത്തിയിട്ട്, നാദാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എപ്പോഴാണോ യേശുവിനെ തട്ടി ഉണർത്തിയത്, യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയാണ്. അതേ കുഞ്ഞേ, സ്തോത്രം, നിന്റെ തകർച്ച നീ കാണുന്നതിന് മുമ്പേ നിന്റെ തകർച്ചയുടെ പോയിന്റിനെ കാണുന്നവനാണ് ദൈവം. ഓ സ്തോത്രം, നീ തകരേണ്ട സ്ഥാനത്ത് ഓ സ്തോത്രം, നിനക്ക് വേണ്ടി ഒരുവൻ തകർന്നിട്ടുണ്ട് ഇന്ന് പ്രഭാതത്തിൽ. അതുകൊണ്ട് നിനക്ക് വേണ്ടി തകർന്നവനെ ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞാൽ നിന്റെ തകർച്ച മാറിപ്പോകാൻ പോകുകയാണ്. നിന്റെ തകർച്ചയുടെ സ്ഥാനത്ത് ജയം വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ഉടച്ചിലിന്റെ സ്ഥാനത്ത് ഒരു വിടുതൽ നീ കാണാൻ പോകുകയാണ്. കാരണം നീ തകരേണ്ടിയവനല്ല, എന്നും നീ ഉടയേണ്ടിയവനല്ല. ഓ സ്തോത്രം, നിനക്ക് വേണ്ടി ഉടഞ്ഞവൻ, നിനക്ക് വേണ്ടി കാൽവരിയിൽ തകർന്നവൻ, നിനക്ക് വേണ്ടി കാൽവരിയിൽ സകലതും കരുതിയവൻ ഈ പ്രഭാതത്തിൽ ആ കർത്താവിനെ, ആ യേശു കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയുന്നുവെങ്കിൽ, അതെ നിന്റെ കൂടാരത്തിൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുന്നുവെങ്കിൽ, കർത്താവ് സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ പോകുകയാണ്. കർത്താവ് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പോകുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവകൃപ നീ അനുഭവിക്കാൻ പോകുകയാണ്. ഇതാ ഓ സ്തോത്രം, ദൈവത്തിന്റെ കരുതൽ ദാവീദിന് വേണ്ടി വെളിപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം, വെളിപ്പെട്ടപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാവോ? തള്ളപ്പെട്ടെടുത്ത് സ്തോത്രം അവൻ മാനിക്കപ്പെടുകയാണ്. ഓ സ്തോത്രം, ഒറ്റപ്പെട്ടു പോയെടുത്ത്, ഓ തിരസ്കരിക്കപ്പെട്ടു പോയെടുത്ത് ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ, ഇത് തക്ക സമയത്ത് ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ തള്ളപ്പെട്ടു പോയ സ്ഥാനത്ത് അവൻ മാനിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ടു പോയെടുത്ത്, അപമാനിക്കപ്പെട്ടു പോയെടുത്ത്, നിന്ദിക്കപ്പെട്ടെടുത്ത് അവന്റെ തല ഉയർത്തുവാനിടയായി തീർന്നു. സ്തോത്രം കുഞ്ഞേ, നിന്റെ ബലമല്ല നിന്റെ ഉയർച്ചയുടെ അടിസ്ഥാനം. ഓ സ്തോത്രം, നിന്റെ കുഞ്ഞിന്റെ ഭാവി നിന്റെ കരത്തിലല്ല, നിന്റെ കുഞ്ഞിന്റെ ഭാവി കരുതിയ കർത്താവിന്റെ കരത്തിനകത്താണ്. ഓ സ്തോത്രം, നിന്റെ ഓ സ്തോത്രം ആരോഗ്യം നിന്റെ സ്തോത്രം കഴിവിനകത്തല്ല, നിന്റെ ആരോഗ്യം ദൈവത്തിന്റെ കരുതലിനകത്ത്
കരത്തിനകത്താണ്. ഓ സ്തോത്രം. ഓ നിന്റെ സൗഖ്യം നീ ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തികൾക്കകത്തല്ല. ഓ സ്തോത്രം. ഓ നിന്റെ പ്രയത്നങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ കരത്തിനകത്താണ്. ആമേൻ സ്തോത്രം. എങ്ങനാ നീ ചെയ്യേണ്ടത് നീ ചെയ്യുക, നീ പ്രവർത്തിക്കേണ്ടത് നീ പ്രവർത്തിക്കുക. പക്ഷെ നീ പ്രവർത്തിച്ചിട്ട് ഓ സ്തോത്രം നീ നിന്റെ പ്രവർത്തി തന്നെ ആശ്രയിച്ചാൽ അതാണ് അപകടം. ഓ നീ പ്രവർത്തിച്ചിട്ട് ഓ സ്തോത്രം നീ നിന്റെ പ്രവർത്തിയിൽ തന്നെ ആശ്രയം വെക്കുന്നുവെങ്കിൽ അവിടെയാണ് തകർച്ച. ഇന്ന് പ്രഭാതത്തിൽ നീ ചെയ്തിട്ട് ഓ സ്തോത്രം കർത്താവിന്റെ കരത്തിലേക്ക് നിന്നെ മുഴുവനായി ഏൽപ്പിക്ക്. നീ ചെയ്ത പ്രവൃത്തിയുടെ മേൽ ദൈവത്തിന്റെ ഈ കരം വന്ന് വെളിപ്പെടാനിടയായി തീരും. കുഞ്ഞേ, നീ ചെയ്തതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടില്ലെങ്കിൽ അത് ബിഗ് സീറോയാണ്. നീ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല, അതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് കൊണ്ടാണ്. ഓ സ്തോത്രം. ആമേ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്നവര് ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്ക്. ദൈവത്തിന്റെ കരം കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മേൽ വന്നു വീഴട്ടെ. ദൈവത്തിന്റെ കരം കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ ചലിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഓ സ്തോത്രം സടകുടഞ്ഞ് എഴുന്നേൽക്കുക. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി പുറത്തു വരിക. അതെ, ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധയാത്മ പറയുന്നു, ചില ഹൃദയങ്ങൾക്കകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആകുല ചിന്തകളെ പരിശുദ്ധാത്മ പൊളിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ സ്തോത്രം. ചില ജീവിതങ്ങൾക്കകത്ത് സ്തോത്രം ചില ഭവനങ്ങൾക്കകത്ത് വെളിപ്പെട്ടിരിക്കുന്ന സകലവിധ ഭയത്തിന്റെ ചിന്താഗതികളെയും പരിശുദ്ധയാത്മ പൊളിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ചിലത് വിടുവിക്കപ്പെടുകയാണ്. ഈ പ്രഭാതത്തിൽ ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാണ്. ഓ ചിലതിന് വേണ്ടി ദൈവം അനുകൂലമായി വെളിപ്പെടുകയാണ്. അതെ, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ച് ഓ സ്തോത്രം. ആമേൻ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കരുതുന്നവനായി വെളിപ്പെട്ടില്ലേ? അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉടയ്ക്കപ്പെടുന്ന ചിന്തകളുടെ നടുവിലും ഓ സ്തോത്രം വിളിച്ച ദൈവത്തിന്റെ കരുതൽ ആ മനുഷ്യൻ വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിൽ അനുഭവിച്ചുവെങ്കിൽ ഈ പ്രഭാതത്തിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ പാതിപടിയും നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല. ഓ നീ ഒറ്റപ്പെടുമ്പോഴും നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഓ നിന്റെ ജീവിതത്തിൽ ശത്രുവായവൻ ഓ നിന്നെ തകർത്ത് കളയാൻ പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും അവന്റെ പദ്ധതികളെ തകർത്ത് നിന്നെ ജയോത്സവമായി നടത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അബ്രഹാം എവിടെയെല്ലാം വെച്ച ദൈവത്തിന്റെ കരുതൽ കണ്ട്, ഓ മോശ എവിടെയെല്ലാം വെച്ച ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച്. അതെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ പുതിയ നിയമസഭയെ ഓ നിന്റെ ദൈവം കരുതാതിരിക്കുമോ? നിന്റെ ജീവിതത്തിൽ അവിടുത്തെ കരുതൽ വെളിപ്പെടുത്താതിരിക്കുമോ? ഇല്ല. ഓ അവിടുത്തെ കരുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് തന്നെയാകണം. ബ്രദർ, സിസ്റ്റർ, നീ തകർന്നു പോകുകയില്ല. നീ ദിവസങ്ങൾ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാൻ പോകുകയാണ്. അബ്രഹാം സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഓ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുമ്പോൾ തന്റെ മകനെ കൊണ്ട് ഓ ദൈവം പറയുന്ന ദേശത്ത്, ദൈവം പറയുന്ന മലയിൽ ദൈവത്തിന് വേണ്ടി യാഗം കഴിപ്പാൻ തക്കവണ്ണം മകനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തുമ്പോൾ ഓ സ്തോത്രം ആമേൻ ബാല്യക്കാരോട് ആമേ സ്തോത്രം കൂടെ വന്ന ബാല്യക്കാരോട് പറഞ്ഞിട്ട് വന്നൊരു പദമുണ്ട്. ഓ സ്തോത്രം, ഞാനും മകനും കൂടെ പോയി ദൈവത്തിന് യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. സ്തോത്രം. ആമേ പോകുന്ന വഴിയിൽ മകനായ ഇസഹാക്ക് ചോദിച്ച ചോദ്യമുണ്ടപ്പാ. കത്തിയും വിറകും എല്ലാം ഉണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ചോദിച്ച ആമേ ചോദ്യത്തിന് അബ്രഹാം പറഞ്ഞ മറുപടി എന്നാന്നറിയാവോ? മക്കളെ, ദൈവം കരുതിക്കൊള്ളും. അബ്രഹാമിനറിയാം തന്റെ ജീവിതത്തിന്റെ വിശ്വാസയാത്രയിൽ ഒരിടത്തല്ല പലയിടത്തും ദൈവത്തിന്റെ കരുതൽ കണ്ടവനാണ് ഞാൻ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ വിശ്വാസയാത്രയിൽ മുന്നോട്ട് പോകുന്ന സഹോദര, വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ എത്ര സ്ഥലത്ത് വെച്ച് എത്രയെത്ര ഇടങ്ങളിൽ വെച്ച് ഓ നിന്റെ ദൈവത്തിന്റെ ഇടപെടൽ നീ അനുഭവിച്ചത്, ദൈവത്തിന്റെ കരുതൽ നീ അനുഭവിച്ചത്. ഓ ദൈനംദിന ജീവിതത്തിൽ സ്തോത്രം. അതെ, ഓ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, അതെ നിന്റെ ഉപജീവന മേഖലകളിൽ, എന്തിനേറെ പറയുന്നു നിന്റെ വാഹനയാത്രകളിൽ പോലും ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചിട്ടില്ലേ? ഓ സ്തോത്രം. അതെ, ദൈവം നിനക്ക് വേണ്ടി കരുതിയില്ലേ? ഓ സ്തോത്രം. ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന്റെ കരുതൽ എടുത്ത് പരിശോധിച്ചാൽ എത്ര വലിയതാണ്. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിലും അബ്രഹാം വിശ്വസിക്കുകയാണ് ദൈവം കരുതുന്നവനായി വെളിപ്പെടും. ഇതാ കുഞ്ഞിനെ എടുത്ത് കത്തിയോങ്ങുമ്പോൾ ഓ താൻ വിശ്വസിച്ച ദൈവം തനിക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ഓ ദൈവം പറഞ്ഞത് ആമേൻ സ്തോത്രം അനുസരിച്ചു. ആമേൻ ദൈവത്തിൽ വിശ്വസിച്ചു, പറഞ്ഞതുപോലെ ചെയ്തു. സ്തോത്രം. ഇത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുകയാണ്. ഓ തിരിഞ്ഞു നോക്കുമ്പോൾ വാലന്റെ മേൽ തുടർന്നുള്ള ശബ്ദം ദൈവം വെളിപ്പെടുത്തി. അത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ
ഒരു ആട്ടിക്കൊറ്റൻ പുറകിൽ ചുറ്റിക്കടക്കുകയാണ്. ആട്ടിക്കൊറ്റനെ എടുത്ത് അതേ യാഗപീഠത്തിൽ യാഗമർപ്പിച്ചിട്ട് അബ്രഹാം പറയുകയാണ്, യഹോവ ഈരേ. ഓ സ്തോത്രം, യഹോവ കരുതുന്നവനാണ്, യഹോവ കരുതിക്കൊള്ളുന്നവനാണ്. ഈ ദിവസങ്ങളിൽ കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള സ്റ്റെപ്പ് എന്ത് എടുക്കണമെന്നറിയാതെ, മുന്നോട്ടുള്ള വഴി ഏതെന്നറിയാതെ, സ്തോത്രം, പ്രതികൂലങ്ങളാ ചുറ്റിപ്പറ്റി കൺഫ്യൂസ്ഡായി നിൽക്കുമ്പോൾ, സ്തോത്രം, നീയും നിനക്കും ദൈവം യഹോവ ഈരയായി ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി യഹോവ ഈരയായി വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പഴയ നിയമഭക്തന് വെളിപ്പെട്ട ദൈവം പുതിയ നിയമവിശ്വാസിയെ നിന്റെ ജീവിതത്തിൽ മഹത്വത്തോടുകൂടി വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം, നിന്റെ കാത്തിരിപ്പ് വൃഥാവല്ല എന്ന് ദേശം തിരിച്ചറിയുമാറ്, സ്തോത്രം, സഭ തിരിച്ചറിയുമാറ് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോകുകയാണ്. അത് പത്രോസിന് നന്നായിട്ടറിയാം. പത്രോസിലൂടെ പരിശുദ്ധയാത്മാവ് സംസാരിക്കുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് പത്രോസിലൂടെ പരിശുദ്ധയാത്മാവ് സംസാരിക്കുമ്പോൾ ചുമ്മാതല്ല ബ്രദർ, അവൻ ജീവിതത്തിന്റെ ഓരോ യാത്രകളിലും ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിച്ചിട്ട് ഈ മനുഷ്യനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നേ. ഇന്ന് പ്രഭാതത്തിൽ കേൾക്കണം, ഒറ്റപ്പെട്ട സമയത്ത്, സ്തോത്രം, തന്റെ ജീവിതത്തിൽ തന്റെ പടകിൽ ആശ്രയിച്ച സമയത്ത് പടക് തനിക്ക് നന്മ കൊടുക്കാതിരുന്നപ്പോൾ, തന്റെ ഉപജീവന മേഖലകളിൽ നഷ്ടങ്ങൾ വെളിപ്പെട്ടപ്പോൾ, തന്റെ ആശ്രയിച്ചിരുന്ന തന്റെ കഴിവ്, സ്തോത്രം, കഴിവിൽ ഒന്നും ലഭിക്കത്തില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒറ്റപ്പെട്ട ഗന്നസരത്ത് ഇറങ്ങി വന്ന് തന്റെ കരുതൽ വെളിപ്പെടുത്തിയവനാണ് ദൈവം. ഈ പ്രഭാതത്തിൽ സ്തോത്രം, വീണ്ടും ജനിച്ച ദൈവ പൈതലെ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന സ്തോത്രം, എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിന് വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലെ, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ സ്തോത്രം, ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന ഒരു പ്രതിസന്ധിക്കും ഒരു പ്രതികൂലത്തിന് നിന്നെ തളർത്തിക്കളയാൻ പറ്റുകയില്ല. കാരണം നീ രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്ന ദൈവഭക്തനാണെങ്കിൽ, സ്തോത്രം, എല്ലാ ദുഷ്ടതയും വിട്ടുകളഞ്ഞ്, എല്ലാം ചതിവ് വിട്ടുകളഞ്ഞ്, സ്തോത്രം, അസൂയ വിട്ടുകളഞ്ഞ്, എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച അനുനിമിഷം വളരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ, സ്തോത്രം, നീ ആയിരിക്കുന്നത് സ്തോത്രം, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിലാണ്. സ്തോത്രം, നീ രക്ഷയ്ക്കായി വളരുവാൻ ആഗ്രഹിക്കുന്ന മുതൽ പ്രതിസന്ധികൾ അഞ്ഞടിക്കും, പ്രതികൂലങ്ങൾ അഞ്ഞടിക്കും. കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതൽ നീ തിരിച്ചറിയരുത്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയരുത്. ഈ ലോകത്തിൽ വെളിപ്പെട്ട് വരുന്ന പ്രതിസന്ധികൾക്കകത്ത് നിന്നെ വല്ലാണ്ട് ഡ്രൈ ആക്കുവാൻ, നിന്നെ വല്ലാണ്ട്, സ്തോത്രം, ആശയക്കുഴപ്പത്തിലാക്കുവാൻ ദുഷ്ടനായ പിശാച് തന്ത്രങ്ങൾ ഇടുമ്പോൾ അവിടെയാണ് സ്തോത്രം നീ പുറത്തു വരേണ്ടത്. അതാ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ, സ്തോത്രം, ആ മനുഷ്യന്റെ ജീവിതത്തിനെതിരായി വരുന്ന സകലവിധ പ്രതികൂലങ്ങളെയും ആ മനുഷ്യൻ ആത്മാവിൽ ജയിക്കുവാനിടയായി തീരും. കാരണം അവന്റെ മേൽ വെളിപ്പെടുന്നത് അനുനിമിഷം അവനെ ദൈവ പദ്ധതിയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്, ക്രിസ്തുവിലൂടെ പകരപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. സ്തോത്രം, ആദ്യമേ സ്തോത്രം, ആമേൻ, 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അർത്ഥത്തിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനെ വഴി നടത്തുന്നത് ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസമാണ്, രണ്ട് സ്തോത്രം ദൈവശക്തിയാണ്. ഈ പ്രഭാതത്തിൽ വിശ്വാസവും ദൈവശക്തിയും നിന്റെ മേൽ വ്യാപരിക്കുന്നുവെങ്കിൽ നീ സ്തോത്രം ലോകത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഒരു ചിന്തക്കകത്തും നീ വശീകരിക്കപ്പെട്ടു പോകുകയില്ല. ലോകത്തിന്റെ ചിന്തകൾക്കകത്ത് നീ സ്തോത്രം ആമേൻ അനുരൂപമാക്കപ്പെടുകയില്ല. ലോകത്തിന്റെ പ്രതിസന്ധിയുടെ ചിന്തകൾ, പ്രതിസന്ധിയുടെ കാറ്റുകൾ നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ സ്തോത്രം ആഞ്ഞടിക്കുമ്പോൾ നീ പതറിപ്പോകുകയില്ല. കാരണം നീ പറയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഞാൻ ആ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിലാണ്, ഞാൻ അത്യുന്നതന്റെ മറവിലാണ് ആയിരിക്കുന്നത്, സർവശക്തന്റെ തിറയിൻകീഴിലാണ് ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം,
സ്തോത്രം, ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ നിൽക്കുകയില്ല. കാരണം എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഈ ഉറങ്ങുകയുമില്ല. അവൻ ഇസ്രായേലിന്റെ പരിപാലകനാണ്. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ സ്വീകരണ റൂമുകളിലേക്ക് ഇറങ്ങി വരുന്ന ഈ സന്ദേശം, സ്തോത്രം, തകർച്ചയുടെ സന്ദേശമല്ല, നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ ഉയർത്തിയെടുക്കുന്ന സന്ദേശമാണ്. അതെ, സ്തോത്രം, ഈ പ്രഭാതത്തിൽ തകർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക്, തകർന്നു കിടക്കുന്ന നിന്റെ പടയിലേക്ക്, ശൂന്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പടകിലേക്ക്, യേശുവിന്റെ വാക്കനുസരിച്ച് യേശുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ കുഞ്ഞെ, നിന്റെ ശൂന്യതയ്ക്ക് ഈ പ്രഭാതത്തിൽ ഒരു പരിഹാരം പരിശുദ്ധിയാത്മ വെളിപ്പെടുത്താൻ പോകുകയാണ്. അതെ, നീ ശൂന്യമാക്കപ്പെട്ട മണ്ഡലത്തിൽ തന്നെ ഒരു സമൃദ്ധി, ഒരു നിറവ്, ഒരു ദൈവത്തിന്റെ കരുതൽ യേശുവിന്റെ നാമത്തിൽ നീ അനുഭവിക്കാൻ പോകുകയാണ്. നീ അറിയാത്ത സാഹചര്യത്തിലും, നീ ചിന്തിക്കാത്ത സാഹചര്യത്തിലും, സ്തോത്രം, നിനക്ക് വേണ്ടി കരുതൽ വെളിപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ, അതെ, പത്രോസിന്റെ, സ്തോത്രം, പടകിനെ നിറച്ചവൻ, പത്രോസിന്റെ ശൂന്യതയെ മാറ്റിയവൻ, അതെ, സ്തോത്രം, ശിഷ്യന്മാർ കൂടിയിരുന്ന ജനക്കൂട്ടത്തിന്റെ നടുവിൽ അപ്പത്തെ വർദ്ധിപ്പിച്ചവരെ, ആഹാരത്തെ വർദ്ധിപ്പിച്ചു കൊടുത്ത കർത്താവ്, അതെ, ഇന്ന് പ്രഭാതത്തിലും നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് മേഖലകൾക്കകത്തും ദൈവത്തിന്റെ കരുതലുമായി ഈ പ്രഭാതത്തിൽ യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുക സഹോദരങ്ങളെ. സ്തോത്രം, സ്തോത്രം, നിനക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ മരിച്ച് നിന്റെ ജീവിതത്തിന് ആവശ്യമായ സകലവിധ കരുതലുകളും വെളിപ്പെടുത്തിയ കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ആ കർത്താവിനെ, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് നിനക്ക് വേണ്ടി സകലവിധ കരുതലുകളും വെളിപ്പെടുത്തിയ യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞെ, ഇന്നലകളിലുള്ളത് പോലെയല്ല, കഴിഞ്ഞ മണിക്കൂറുകൾ പോലെയുള്ളതല്ല, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ നീ അനുഭവിക്കാൻ പോകുകയാണ്. അതെ, സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത്, ജീവിതമാകുന്ന പടകിനകത്ത് മയങ്ങുന്ന, ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് പ്രഭാതത്തിൽ അഭിഷേകത്താൽ ജ്വലിപ്പിക്കാൻ തയ്യാറായാൽ, അതേ കുഞ്ഞെ, നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം ഇന്ന് പ്രഭാതത്തിൽ ജ്വലിക്കുവാൻ തയ്യാറായാൽ, ഈ പ്രഭാതത്തിൽ സകലവിധ ചിന്താകുലങ്ങളുടെ വേരുകളും ആമേസ്തോത്രം പൊട്ടാൻ പോകുകയാണ്. അതെ, നിന്നെ ഭയപ്പെടുത്തുന്ന സകലവിധ ഭയത്തിന്റെ മേഖലകളും യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പൊട്ടാൻ പോകുകയാണ്. ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് പരിശുദ്ധയാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും വഴി നടത്തുവാൻ പോകുകയാണ്. അതേ സഹോദരങ്ങളെ, അഭിഷേകം എവിടെ വെളിപ്പെടുമോ അവിടെ നുകങ്ങൾ പൊളിയുവാനിടയായി തീരും. ആമേൻ. അഭിഷേകം എവിടെ വെളിപ്പെടുമോ അവിടെ ഇരുട്ടിന്റെ മേഖലകൾ തകരുവാനിടയായി തീരും. സ്തോത്രം, അഭിഷേകം എവിടെ വെളിപ്പെടുമോ അവിടെ വ്യക്തികളെ ഭരിക്കുന്ന സകലവിധ ഇരുട്ടിന്റെ തേർവാഴ്ചകളും തകർന്ന് തന്നെയാകണം. അതെ, ഇന്ന് പ്രഭാതത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് വ്യത്യസ്തമാകുന്ന നിലകളിൽ ദൈവപ്രവർത്തികൾ, ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ച മനുഷ്യൻ പറയുന്നേ, സ്തോത്രം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഈ പ്രഭാതത്തിൽ കുഞ്ഞെ, സ്തോത്രം, ചിന്താകുലത്തിനകത്ത് സ്തോത്രം കുരുങ്ങിപ്പോകരുത്. വ്യത്യസ്തമാകുന്ന ആകുലതകൾക്കകത്ത് ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഈ പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ വഴി നടത്തുന്ന ഒരു നല്ല നായകൻ, ഒരു നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുവാനുള്ളത് കൊണ്ട്, എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുവാനുള്ളത് കൊണ്ട്, അതേ സ്തോത്രം, 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി കുലമരത്തിൽ എന്നേക്കുമായി മരിച്ചത് കൊണ്ട്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ആമേൻ, സ്തോത്രം, അവിടുത്തെ കരുതലുകൾ ഈ ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ അവനോടുകൂടി സകലതും നൽകാതിരിക്കുമോ എന്ന് തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നത് പോലെ ഈ ദിവസങ്ങളിൽ സ്തോത്രം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്, എന്റെയും നിങ്ങളുടെയും സ്തോത്രം, ആത്മീക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ആവശ്യമായ സകലവിധ കരുതലുകളും യേശു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ വെളിപ്പെടുത്തിയ കർത്താവിലേക്ക്, വെളിപ്പെടുത്തിയ യേശുവിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ശ്രദ്ധകൾ തിരിക്കപ്പെടട്ടെ. അതേ സ്തോത്രം, നമുക്ക് വേണ്ടി കരുതലുകൾ വെളിപ്പെടുത്തിയ കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ സ്വീകരിക്കട്ടെ. സ്തോത്രം, അകത്തളങ്ങളിൽ സ്തോത്രം ഉറങ്ങിക്കിടക്കുന്ന, മയങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് പ്രഭാതത്തിൽ തട്ടിയുണർത്തുവാനിടയായി തീർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക കരുതലുകൾ അനുഭവിക്കാൻ പോകുകയാണ്.
2020 8ാമത്തെ മാസം സ്തോത്രം വ്യത്യസ്തമാകുന്ന പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും, അതേ ശൂന്യതയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴും, അതേ ഒരു വർധനവില്ലാത്ത മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ കരുതൽ നിന്റെ ശൂന്യതയെ മാറ്റുന്നതാണ് ബ്രദർ. ദൈവത്തിന്റെ കരുതൽ സ്തോത്രം നിന്റെ ആഹാരത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ബ്രദർ. ദൈവത്തിന്റെ കരുതൽ നിന്റെ പരാജയത്തെ ജയമാക്കി തീർക്കുന്നതാണ്. ഈ പ്രഭാതത്തിൽ ആമേൻ സ്തോത്രം നിനക്ക് വേണ്ടി കരുതുന്ന ഈ നല്ല യേശുവിനെ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതാ നിന്റെ സ്വീകരണ റൂമുകളിലേക്ക് കർത്താവിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇനി പരാജയം കാണുകയില്ല. സ്തോത്രം ജയത്തിലേക്ക് മുന്നോട്ട് പോകാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം ചിന്താകുലത്തിനകത്ത് നിങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ കീഴിൽ താണിരിക്കുവാൻ കഴിയാതെ വണ്ണം വ്യത്യസ്തമാകുന്ന ചിന്തകൾ നിങ്ങളെ ഭരിച്ച, അതെ ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം സ്തോത്രം ദൈവത്തിന്റെ സമയം വരെ ദൈവത്തിന്റെ കരങ്ങൾ കീഴിൽ വെയിറ്റ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം വ്യത്യസ്തമാകുന്ന ചിന്താഗതികൾ നിങ്ങളിൽ തള്ളിക്കയറി നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയി ദൈവപദ്ധതിയിൽ നിന്നും സ്തോത്രം വഴിതിരിച്ചു കൊണ്ടുപോയി സകലവിധ ചിന്താകുലങ്ങളെയും ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാൽമ പൊളിക്കാൻ പോകുകയാണ്. സ്തോത്രം നിങ്ങൾ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭയാണ്, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ കുഞ്ഞെ നിനക്ക് വേണ്ടി കരുതുന്ന കർത്താവിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. അതെ നിന്റെ ബിസിനസ്സിന് വേണ്ടി ദൈവം വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം നിന്റെ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പരിശുദ്ധയാത്മാവ് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോകുകയാണ്. ഭയപ്പെടരുത്, കലങ്ങിപ്പോകരുത്. ദൈവമഹത്വം വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ നീ കാണുന്ന ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. ഈ പ്രഭാതത്തിൽ എല്ലാ ചിന്താകുലങ്ങളും പൊളിയുകയാണ്. സ്തോത്രം ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി, ദൈവിക റൂട്ടിന് മുന്നോട്ട് പോകുന്നതിന് വിരുദ്ധമായി, നീ ആത്മാവിൽ വർദ്ധിക്കുന്നതിന് വിരുദ്ധമായി നിന്നിൽ വെളിപ്പെടുന്ന സകലവിധ ചിന്താകുലങ്ങളും സകലവിധ ഭാരങ്ങളും സകലവിധ നുഖങ്ങളെയും സ്വർഗം ഈ പ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ എണ്ണ പരിശുദ്ധയാൽ നിന്നെ റിലീസ് ചെയ്യുവാൻ പോകുകയാണ്. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോകുകയാണ്. നിന്റെ അകത്തുള്ള ദൈവ സാന്നിധ്യത്തിന് സ്തോത്രം ദൈവ സാന്നിധ്യം വർദ്ധിക്കാൻ പോകുകയാണ്. നിന്റെ അഭിഷേകത്തിന് മൂർച്ച കൂടാൻ പോകുകയാണ്. നീ ദേശങ്ങൾക്കൊരു അടയാളമായി തീരാൻ പോകുകയാണ്. അതേ പട്ടണങ്ങൾക്കൊരു അടയാളമായി തീരാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുക മാത്രമല്ല, യഹോവ എനിക്ക് ഈരയായി വെളിപ്പെട്ടു എന്ന് പറയുക മാത്രമല്ല, നിന്റെ അകത്ത് വെളിപ്പെട്ട ഈ ദൈവത്തിന്റെ ജീവൻ, നിന്റെ അകത്ത് വെളിപ്പെട്ട ഈ ക്രിസ്തുവിന്റെ മഹത്വം, നിന്റെ മേൽ വെളിപ്പെട്ട യേശുവിന്റെ കരുതൽ സ്തോത്രം നിന്റെ അനേകരിലേക്ക് കൈമാറത്തക്ക നിലകളിൽ, നിന്റെ ഭവനക്കാരിലേക്ക് കൈമാറത്തക്ക നിലകളിൽ, അതേ നിന്റെ ദേശക്കാരിലേക്ക് കൈമാറത്തക്ക നിലകളിൽ, അതേ നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് കൈമാറത്തക്ക നിലകളിൽ സ്തോത്രം ഒരാത്മശക്തിയിലേക്ക്, ഒരാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് നിന്നെ പുറത്തെടുക്കുകയാണ്. കുഞ്ഞെ, ഇത് ഉണർവിന്റെ സീസണാണ്. സ്തോത്രം ഇത് മാനുഷിക കരുതലുകൾ കാണുന്ന ദിവസങ്ങളല്ല, ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്ന ദിവസങ്ങളാണ്. 100 കൂട്ടം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും 100 കൂട്ടം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി സ്തോത്രം എന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ കൊണ്ട് സ്തോത്രം അത് മുടങ്ങിപ്പോകുകയില്ല. ഈ പ്രഭാതത്തിലും നിന്റെ സ്വീകരണ റൂമുകളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ കഷ്ടതയിൽ താങ്ങുന്നവനാണ്. സ്തോത്രം നിന്റെ സ്തോത്രം ഭാരത്തിൽ നിന്നെ താങ്ങുന്നവനാണ്. നിന്റെ കണ്ണിനെ തുടയ്ക്കുന്നവന്റെ ശബ്ദമാണ്. അതെ നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിനക്ക് വേണ്ടി കരുതൽ വെളിപ്പെടുത്തുന്ന സർവകൃപാലുവായ യേശുവിന്റെ ശബ്ദമാണ്. ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി കരുതുന്ന നാമത്തിൽ നിന്റെ കൂടെ ഇരിക്കുന്ന കഷ്ടതയിൽ നിന്നെ താങ്ങുന്ന ഈ യേശുവിന്റെ മുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നോക്കുക. വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുക. നിന്റെ ഹൃദയത്തിനകത്തേക്ക് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ സ്വീകരിക്കുക യേശുവിനെ. അകത്തളങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് പ്രഭാതത്തിൽ അഭിഷേകത്തിൽ ജ്വലിപ്പിക്കുക. ഒരു ദൈവത്തിന്റെ കരുതൽ, ഒരു ദൈവത്തിന്റെ ഇടപെടൽ, ഒരു ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങൾ നീ അനുഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിനുള്ള അഭിഷേകം, അതിനുള്ള ദൈവശക്തി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമ്മുടെ മേൽ ഒരിക്കൽ കൂടി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി തീരട്ടെ. സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ആമേൻ.
നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഈ പ്രഭാതത്തിലെ യേശു നിങ്ങളുടെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ ഭാരങ്ങളെ എടുക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള വേദനകളെ എടുക്കുവാൻ യേശുവിൻ്റെ കരം ചലിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഈ നിമിഷങ്ങളിൽ തന്നെ പരിശുദ്ധയാത്മാവിന്റെ സ്പർശനം സ്തോത്രം ചില ജീവിതങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ സ്തോത്രം മാനസിക മണ്ഡലത്തിലെ മുറിവുകളെ കർത്താവ് കെട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭാരങ്ങളെ കർത്താവ് വഹിക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അഭിഷേകത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, എല്ലാ ക്ഷീണങ്ങളും വിട്ടുപോകട്ടെ. ഇപ്പോൾ തന്നെ ക്യാൻസറുകൾ അപ്രത്യക്ഷമാകട്ടെ, മുഴകളെ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവമഹിമ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ, വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ, അത്ഭുതത്തിന്റെ കരം ഈ ജനത്തിന് മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുളുകൾ കൂടാരങ്ങൾ വിട്ട് അടിഞ്ഞു മാറട്ടെ. പൈശാചിക പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു തന്നെയാകണം. എല്ലാ നുഖങ്ങളും പൊളിഞ്ഞു പോകട്ടെ. സാത്താന്യ ഗൂഢോലോചനകൾ തകരട്ടെ, സാത്താന്യ തന്ത്രങ്ങൾ പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. പരിശുദ്ധനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ സ്തോത്രം, ഈ സ്തോത്രം മക്കൾ ഓൺലൈനായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ സ്വീകരണ റൂമുകളിലേക്ക് ദൈവത്തിന്റെ അസാധാരണമായ മഹത്വം വ്യാപരിക്കട്ടെ. സ്തോത്രം, ചിന്താകുലത്തിനകത്ത് സ്തോത്രം കുരുങ്ങിക്കിടക്കുന്നവർ, ആകുല ചിന്തയിൽ ഭാരപ്പെടുന്നവർ, ഹൃദയത്തിന്റെ മുറിവുകളുമായി സ്തോത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം പലയിടത്തും സ്റ്റക്കാക്കപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തെ പരിശുദ്ധയാത്മാവ് തുറക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി യേശുവിന്റെ കരുതൽ കർത്താവ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ നിമിഷങ്ങളിൽ തന്നെ അവർ യേശുവിന്റെ കരുതൽ അനുഭവിക്കട്ടെ, യേശുവിന്റെ സ്നേഹം അനുഭവിക്കട്ടെ, ദൈവകൃപ അനുഭവിക്കട്ടെ. അവർ ക്രിസ്തുവിൽ പങ്കാളിത്തമുള്ളവരായി യേശു ക്രിസ്തുവിനെ ഉള്ളങ്ങളിൽ സ്വീകരിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ, അതേ ദൈവത്തിന്റെ സ്തോത്രം കരുതൽ അനുഭവിക്കുവാൻ പരിശുദ്ധയാത്മാവ് ഈ ജനത്തെ സഹായിച്ചാലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സകല രോഗികളും, ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല രോഗികളും സൗഖ്യമാകട്ടെ, ഹാർട്ട് രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ മുറിവുകളും കെട്ടപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, കിടരോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ, കുരുടർ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ കാണട്ടെ. സ്തോത്രം, ചെകിടർ യേശുവിൻ നാമത്തിൽ അവരുടെ ചെവികൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ അസാധാരണമായ മിറക്കിളുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. ദൈവപ്രവൃത്തിയിലേക്ക് ജനത്തെ വഴി നടത്തിയാലും, അത്ഭുതമായി വഴി നടത്തിയാലും കൃപ കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അതേ സഹോദരങ്ങളെ, ഈ മണിക്കൂറുകൾ നിങ്ങൾ വിശ്വസിക്കുക. അസാധാരണമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, അതേ അസാധാരണമായ ദൈവത്തിൻ്റെ കരുതലുകൾ ഈ മണിക്കൂറുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ സ്തോത്രം സന്ദേശങ്ങൾ ആമേൻ പല ജീവിതങ്ങളെയും ആമേൻ വിടുവിച്ചതായി. അതേ സ്തോത്രം, പല ആമേൻ ജീവിതങ്ങളിൽ വെളിപ്പെട്ടിരുന്ന രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കിയതായി സ്തോത്രം മെസ്സേജുകളിലൂടെ, ഫോൺ കോളുകളിലൂടെ ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞു. സ്തോത്ര സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലും സ്തോത്രം ദൈവകൃപയിൽ ശരണപ്പെട്ട്, അതേ സ്തോത്രം, സ്തോത്രം, യേശു നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവിൻ്റെ മേലിടുക. നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആശ്രയം വിട്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. സ്തോത്രം, നിങ്ങളുടെ സകലവിധ ചിന്താകുലങ്ങളും വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൽ ആശ്രയം വെച്ച് ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധയാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം.